മടി എന്ന് നമ്മൾ വിളിക്കുന്നത് ശരിക്കും മടിയാണോ? അല്ലെങ്കിൽ ദിശ തെറ്റിയ മനസ്സിന്റെ ഒരു നിശബ്ദ സഹായവിളിയാണോ? ഇന്നത്തെ ലോകത്ത് ആളുകൾക്ക് കഴിവ് കുറവല്ല, പക്ഷെ എനർജിയില്ല. സ്വപ്നങ്ങൾ കുറവല്ല, പക്ഷെ തുടക്കമില്ല. ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ചെയ്യാൻ മനസ്സില്ല. അതിനാലാണ് ലോകത്തിലെ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയ രാജ്യങ്ങളിൽ ഒന്നായ ജപ്പാൻ മടിയെ ഒരു ക്യാരക്ടർ ഫ്ലോ ആയി കാണാതെ ജീവിത രീതി തെറ്റിപ്പോയ ഒരു അവസ്ഥയായി കാണുന്നത്. അവർ പിന്തുടരുന്ന ചില ചെറിയ ഫിലോസഫീസ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ 7 ജാപ്പനീസ് മെത്തേഡ് എന്താണെന്ന് കാണാം. ഈ വീഡിയോയുടെ അവസാനം വരെ എത്തുമ്പോൾ ഞാൻ മടിയനാണ് എന്ന വിശ്വാസം പോലും നിങ്ങൾക്ക് മാറിയേക്കാം. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമതായി കൈസൻ. ചെറിയ മാറ്റങ്ങൾ വലിയ ജീവിതം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഒരു മനുഷ്യൻ ജീവിതം മാറ്റണമെന്ന് തീരുമാനിക്കുന്ന രാത്രി അവൻ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും. നാളെ മുതൽ എല്ലാം മാറും, ഇനി ഡിസിപ്ലിൻഡ് ലൈഫ് മാത്രം, ഇനി സമയം ഒട്ടും കളയാനില്ല. പക്ഷെ 3 ദിവസത്തിന് ശേഷം അവൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങും. ഇതെന്തുകൊണ്ടാണെന്നോ? കാരണം മനുഷ്യർ പലപ്പോഴും ജീവിതം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർ ഒരു വലിയ ചാടലാണ് ശ്രമിക്കുന്നത്. പക്ഷെ ജാപ്പനീസ് ഫിലോസഫിയായ കൈസൻ പറയുന്നത് മറ്റൊന്നാണ്. വലിയ മാറ്റം വേണ്ട, ചെറിയ തുടർച്ചയായ മാറ്റങ്ങൾ മാത്രം മതി. കൈസൻ ആദ്യം ഉപയോഗിച്ചത് ജപ്പാനിലെ കമ്പനികളിലാണ്. ടൊയോട്ട പോലുള്ള കമ്പനികൾ ഓരോ ദിവസവും 1% ഇംപ്രൂവ്മെന്റ് മാത്രമാണ് ലക്ഷ്യമിട്ടത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ അവരെ നോക്കാൻ തുടങ്ങി. കാരണം കൺസിസ്റ്റൻസി മോട്ടിവേഷനേക്കാൾ ശക്തമാണ്. നമ്മൾ മോട്ടിവേഷൻ വന്നാൽ മാത്രമേ തുടങ്ങുകയുള്ളൂ. പക്ഷേ കൈസൻ പറയുന്നത് തുടങ്ങൂ, മോട്ടിവേഷൻ പിന്നെ വരും എന്നാണ്. ഒരു വിദ്യാർത്ഥിക്ക് 5 മണിക്കൂർ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൈസൻ പറയുന്നത് 5 മണിക്കൂർ വേണ്ട, 5 മിനിറ്റ് മാത്രം പഠിക്കുക. ഒരു ഓവർ വെയ്റ്റ് ആയ വ്യക്തിക്ക് ജിമ്മ് പോകാൻ ഭയമാണെങ്കിൽ 1 മണിക്കൂർ വർക്കൗട്ട് വേണ്ട, ഒരു പുഷപ്പ് മാത്രം ചെയ്യുക. കാരണം ബ്രെയിൻ വലിയ മാറ്റങ്ങളെ റെസിസ്റ്റ് ചെയ്യും, പക്ഷേ ചെറിയ കാര്യങ്ങളെ അത് അപകടമായി കാണില്ല. ഒരു ദിവസം 1 പേജ് വായിച്ചാൽ ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ 1 വർഷം കഴിഞ്ഞാൽ 365 പേജസ് ആണത്. അതാണ് കൈസൻ. മടി എപ്പോഴും ലേസിനെസ് അല്ല, അത് ഓവർവെൽമിംഗ് ഫീലിംഗ് ആണ്. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വലുതായി തോന്നുമ്പോൾ ബ്രെയിൻ ഫ്രീസ് ചെയ്യും. കൈസൻ ആ പ്രഷർ റിമൂവ് ചെയ്യുന്നു. ഇതൊരു ഹാബിറ്റ് സിസ്റ്റമാണ്. ചെറിയ ജയങ്ങൾ മനസ്സിന് കോൺഫിഡൻസ് നൽകും. ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ പോലും ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യും. അപ്പോൾ വീണ്ടും ചെയ്യാനുള്ള മനസ്സ് വരും. ഇന്നത്തെ ലോകത്ത് എല്ലാവരും ഫാസ്റ്റ് റിസൾട്ട്സ് ആണ് തേടുന്നത്. പക്ഷെ പ്രകൃതി പോലും സ്ലോലിയാണ് വളരുന്നത്. ഒരു വൃക്ഷം ഒരു രാത്രി കൊണ്ട് വളരുന്നില്ല, പക്ഷെ ഓരോ ദിവസവും ചെറിയ വളർച്ച ഉണ്ടാകും. ജീവിതവും അതുപോലെ തന്നെയാണ്. ഇനി രണ്ടാമതായി മടിയെ തകർക്കാൻ ജപ്പാൻ പറയുന്ന ഒരു രീതിയാണ് ഇക്കിഗായി. രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾക്ക് എനർജി ഒരിക്കലും തീരാറില്ല. അവർ ക്ഷീണിച്ചാലും മുന്നോട്ട് പോകും. പ്രശ്നങ്ങൾ വന്നാലും തകരില്ല. കാരണം അവർക്കൊരു കാര്യമുണ്ട്, പർപ്പസ്. ജപ്പാനിൽ അതിനെ ഇക്കിഗായി എന്നാണ് വിളിക്കുന്നത്. ജീവിക്കാനുള്ള ഒരു കാരണം. ഒക്കിനാവ എന്ന ജാപ്പനീസ് ദ്വീപിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലോഞ്ചിവിറ്റി ഉള്ള ആളുകൾ ജീവിച്ചിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞൊരു കോമൺ ആൻസർ ഉണ്ടായിരുന്നു: എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ട്. ഇന്നത്തെ ലോകത്ത് പല ആളുകളും ഫിസിക്കലി ടയേർഡല്ല, മെന്റലി എംപ്റ്റി ആണ്. അവർക്കൊരു ഡയറക്ഷൻ ഇല്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ നോക്കുന്നു, ജോലി ചെയ്യുന്നു, ഉറങ്ങുന്നു. ജീവിതം റിപ്പീറ്റ് മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പർപ്പസ് ഇല്ലാത്ത ജീവിതം സ്ലോവിലി മടിയിലേക്ക് മാറും. ഇക്കിഗായി 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണ്? നീ നാച്ചുറലി നല്ലത് എന്ത് കാര്യത്തിലാണ്? ലോകത്തിന് എന്താണ് ആവശ്യമുള്ളത്? അതിലൂടെ നിനക്ക് ജീവിതം നിർമ്മിക്കാനാവുമോ? ഈ 4 ചോദ്യങ്ങളാണ് അവ. ഈ 4 കാര്യങ്ങൾ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ഇക്കിഗായി ഉണ്ടാകും. അത് വലിയ ഡ്രീംസ് ആവണമെന്നില്ല. ഒരു ടീച്ചറിന് കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഡ്രോയിങ് ആയിരിക്കും. ഒരു അമ്മയ്ക്ക് കുടുംബത്തെ സംരക്ഷിക്കുന്നതായിരിക്കും. പർപ്പസ് വലിയതല്ല, റിയൽ ആയിരിക്കണം എന്നതിലാണ് കാര്യം. ഒരു മനുഷ്യന് മീനിങ് ഉണ്ടെങ്കിൽ പെയിൻ പോലും സഹിക്കാൻ കഴിയും. പക്ഷെ മീനിങ് ഇല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളും ഭാരമായി തോന്നും. ഇനി മൂന്നാമതായി ജപ്പാൻ പങ്കുവച്ച ജീവിത രീതിയാണ് ഹരഹാച്ചി ബൂ. 80% മാത്രം മതി ഇവ. ജപ്പാനിലെ ഒക്കിനാവ ജനങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു റൂൾ ഫോളോ ചെയ്തിരുന്നു: ഹരഹാച്ചി ബൂ. ഇതിന്റെ അർത്ഥം വയർ 80% നിറഞ്ഞാൽ ഭക്ഷണം നിർത്തുക. ഇത് സിമ്പിളായി തോന്നാം, പക്ഷെ ഇതിന് പിന്നിൽ വലിയൊരു വിസ്ഡം ഉണ്ട്. ഇന്നത്തെ ലോകം എല്ലാം എക്സസിലാണ് ജീവിക്കുന്നത്. അതായത് അധികമായി ഫുഡ്, എന്റർടൈൻമെന്റ്, അധികമായി സ്ക്രോളിംഗ്, അധികമായി കംഫർട്ട്. ഇവയെല്ലാം സ്ലോലി മനുഷ്യന്റെ എനർജി നശിപ്പിക്കുന്നു. നമ്മൾ ഫുൾ സ്റ്റൊമക്ക് വരെ കഴിച്ചാൽ ശരീരം ഹെവി ആകും, മൈൻഡ് സ്ലോ ആകും. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ. ഒരു റീൽ മാത്രം കാണാൻ തുടങ്ങും, പിന്നീട് 1 മണിക്കൂർ പോകുന്നതേ അറിയില്ല. ബ്രെയിൻ ഓവർലോഡ് ആകും. ഹരഹാച്ചി ബൂ ഭക്ഷണത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ബാലൻസ് പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫി കൂടിയാണ്. കുറച്ച് ചിലപ്പോൾ കൂടുതൽ ജീവിതം നൽകും. ഡിസിപ്ലിൻ ഫ്രീഡം എടുത്തു കളയുന്നില്ല, അത് ക്ലാരിറ്റി നൽകുകയാണ് ചെയ്യുന്നത്. നാലാമതായുള്ളതാണ് ആങ്കേർഡ് ഫോക്കസ്. ശ്രദ്ധ സംരക്ഷിക്കുക. ഇന്നത്തെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് പണമല്ല, അറ്റൻഷനാണ്. ആപ്സ്, നോട്ടിഫിക്കേഷൻസ്, റീൽസ്, എല്ലാവരും നമ്മുടെ ശ്രദ്ധ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഫലം എന്താണ്? നമ്മുടെ മൈൻഡ് ഒരിടത്ത് നിൽക്കുന്നില്ല. ജപ്പാനീസ് സെൻ പ്രാക്ടീസ് ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്:
ഒരു സമയത്തൊരു കാര്യത്തിൽ മാത്രം ജീവിക്കുക. അതിനെ ഇവിടെ ആങ്കേർഡ് ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. ഒരു സ്വോർഡ് ഷാർപ്പൺ ചെയ്യുമ്പോൾ അവന്റെ മൈൻഡ് അവിടെ മാത്രമായിരിക്കും. ഒരു ടീ മാസ്റ്റർ ചായ തയ്യാറാക്കുമ്പോൾ പോലും ഫുൾ പ്രസൻസിലാണ്. കാരണം ഫോക്കസ് ആണ് പവർ. മൾട്ടി ടാസ്കിംഗ് മോഡേൺ വേൾഡ് ഗ്ലോറിഫൈ ചെയ്യുന്നു. പക്ഷെ സയൻസ് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുമെന്നാണ്. ഡീപ്പ് ഫോക്കസ് ഉള്ളവർ സാധാരണ ആളുകളെക്കാൾ ഫാസ്റ്ററും ബെറ്ററുമായി വർക്ക് ചെയ്യും. നിങ്ങളുടെ അറ്റൻഷൻ പ്രൊട്ടക്ട് ചെയ്യാത്ത പക്ഷം ലോകം അത് സ്റ്റീല് ചെയ്യും. അഞ്ചാമതായുള്ള ജീവിത രീതിയാണ് സീറി ആൻഡ് സീറ്റൻ. അഴുക്കായ ഇടം, അഴുക്കായ മനസ്സ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ മനസ്സില്ല, എന്തോ ഒരു ഭാരമുള്ള ഫീലിംഗ് ഉണ്ട്. ചെറിയ ടാസ്ക് പോലും വലുതായി തോന്നും. പക്ഷെ അതേസമയം ഒരു ക്ലീൻ റൂമിൽ ഇരിക്കുമ്പോൾ മനസ്സിന് ചെറിയൊരു സമാധാനം തോന്നും. ഇത് വെറും ഫീലിംഗ് അല്ല, നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ മൈൻഡിനെ നേരിട്ട് ബാധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാണ്. ജപ്പാനീസ് കൾച്ചറിൽ പ്രൊഡക്ടിവിറ്റിക്കും മെൻ്റൽ ക്ലാരിറ്റിക്കും വളരെ പ്രധാനപ്പെട്ട 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്: സീരി ആൻഡ് സീറ്റൻ. ഇവ രണ്ടും ചേർന്നാണ് ജപ്പാനിലെ വർക്ക് കൾച്ചറിൻ്റെ ഫൗണ്ടേഷൻ രൂപപ്പെട്ടത്. സീരി എന്നത് ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്യുക എന്നതാണ്. സീറ്റൻ എന്നത് ആവശ്യമായത് ശരിയായ സ്ഥാനത്ത് ക്രമീകരിക്കുക. സിമ്പിളായി തോന്നുന്ന കാര്യമാണ്, പക്ഷെ ഇതിന് പിന്നിൽ വലിയ സൈക്കോളജി ഉണ്ട്. കാരണം മനുഷ്യൻ്റെ ബ്രെയിനാണ്. കാണുന്ന ഓരോ കാര്യവും പ്രോസസ്സ് ചെയ്യാൻ എനർജി ഉപയോഗിക്കുന്നു. മെസ്സി റൂം, നോട്ടിഫിക്കേഷൻ നിറഞ്ഞ ഫോൺ, അൺറീഡ് മെസ്സേജസ്, അഴുകിയ സറൗണ്ടിങ്സ്, ഇവയെല്ലാം ക്വയറ്റ്ലി നമ്മുടെ മെൻ്റൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒന്നും ചെയ്യാത്തിടത്തും ടയേർഡ് ഫീൽ ചെയ്യുന്നത്. ബ്രെയിൻ റെസ്റ്റ് എടുത്തിട്ടില്ല, അത് കണ്ടിന്യൂസ് ക്ലട്ടർ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനിലെ ഫാക്ടറീസിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ആദ്യം ചെയ്തത് മെഷീൻസ് മാറ്റലല്ല, വർക്ക് സ്പേസ് ക്ലീൻ ആക്കുകയായിരുന്നു. കാരണം ക്ലീൻ എൻവയോൺമെൻറ്റ് ക്ലിയർ തിങ്കിങ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങളൊരു ലൈബ്രറിയിൽ പോകുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ ഫോക്കസ് ഫീൽ ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? അവിടെ സൈലൻസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, ഡിസ്ട്രാക്ഷൻ കുറവാണ്, മൈൻഡ് നാച്ചുറലി കാം ആക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിസ്ട്രാക്ഷൻ എക്കണോമിയിലാണ്. ഓരോ ആപ്പും നമ്മുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫോൺ തുറക്കുമ്പോൾ നോട്ടിഫിക്കേഷനും റീൽസും ആഡ്സും മെസ്സേജസും. മൈൻഡിനൊരു സെക്കൻഡ് പോലും സൈലൻസ് കിട്ടുന്നില്ല. ഇത് സ്ലോലി അറ്റൻഷൻ ഡിസ്ട്രോയ് ചെയ്യും. അതിനാലാണ് സീരി വളരെ പവർഫുൾ ഫിലോസഫി ആകുന്നത്. ജീവിതത്തിൽ ഗ്രോത്ത് വേണമെങ്കിൽ ചില കാര്യങ്ങൾ റിമൂവ് ചെയ്യണം. അൺനെസസറി ആപ്പ് റിമൂവ് ചെയ്യുക. നീഡ്സ് ഇല്ലാത്ത ഫയൽസ് തന്നെ റിമൂവ് ചെയ്യുക. നിങ്ങളെ മെൻ്റലി ഡ്രെയിൻ ചെയ്യുന്ന ഹാബിറ്റ്സ് റിമൂവ് ചെയ്യുക. കാരണം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സ്പേസ് കൊടുക്കാൻ പറ്റില്ല. ഒരു റൂം അൺനെസസറി സാധനങ്ങൾ കൊണ്ട് നിറച്ചാൽ നടക്കാൻ പോലും സ്പേസ് ഉണ്ടാകില്ല. മൈൻഡും അതുപോലെ തന്നെയാണ്. നെഗറ്റീവ് തോട്ട്സും ഓൾഡ് റിഗ്രറ്റ്സും ടോക്സിക് കമ്പാരിസൺസും ഇവയെല്ലാം മെൻ്റൽ ക്ലട്ടറാണ്. സീരി നമ്മെ ചോദിക്കാൻ പഠിപ്പിക്കുന്നു, ഇത് ശരിക്കും എൻ്റെ ജീവിതത്തിന് ആവശ്യമാണോ എന്ന്. പലപ്പോഴും ആൻസർ വരുന്നത് അല്ല എന്നായിരിക്കും. പക്ഷെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഭയപ്പെടുന്നു. കാരണം മനുഷ്യർ ഫെമിലിയാരിറ്റിയോട് അറ്റാച്ച് ആകും, ഈവൻ അത് അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. അതിനുശേഷം വരുന്നൊരു സെക്ഷനാണ് സീറ്റൻ. റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ശരിയായ സ്ഥാനത്ത് വെക്കുക. ഒരു സക്സസ്ഫുൾ മനുഷ്യൻ്റെ ജീവിതം നോക്കിയാൽ അവർക്ക് റുട്ടീൻസ് ഉണ്ടാകും. ഒരു ഫിക്സ്ഡ് പ്ലേസ്, ടൈം, സിസ്റ്റം എല്ലാം അവർക്ക് ഫിക്സ്ഡ് ആയിരിക്കും. കാരണം ഓർഗനൈസ്ഡ് ലൈഫാണ്. നമ്മൾ ദിവസവും ചെറിയ ചെറിയ ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, പിന്നീട് ചെയ്യാമോ തുടങ്ങിയതല്ല. ഇവയെല്ലാം മെൻ്റൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർഗനൈസ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ബ്രെയിനിന് ക്ലാരിറ്റി ലഭിക്കും. മോർണിംഗ് റൊട്ടീൻ ഉണ്ടെങ്കിൽ രാവിലെ എന്ത് ചെയ്യണമെന്ന് വീണ്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. സ്റ്റഡി ടേബിൾ ക്ലീൻ ആണെങ്കിൽ ബ്രെയിനിന് വർക്ക് മൂഡ് എൻ്റർ ചെയ്യാൻ എളുപ്പമാകും. എൻവയോൺമെൻറ്റ് ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജപ്പാനിലെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ക്ലീനിങ് ഹാബിറ്റ്സ് പഠിപ്പിക്കുന്നത്. സ്കൂൾ ക്ലീൻ ചെയ്യാൻ പോലും സ്റ്റുഡൻസ് തന്നെ സഹായിക്കും. കാരണം അവർ വിശ്വസിക്കുന്നത് ക്ലീൻ സറൗണ്ടിങ് ക്രിയേറ്റ് ഡിസിപ്ലിൻഡ് മൈൻഡ് എന്നാണ്. ഇന്നത്തെ ലോകത്ത് പല ആളുകളും മോട്ടിവേഷൻ തേടുന്നു. പക്ഷേ ചിലപ്പോൾ മോട്ടിവേഷൻ്റെ ആവശ്യമേ ഇല്ല, ക്ലാരിറ്റി മാത്രം മതിയാകും. റൂം ക്ലീൻ ആക്കുക, ഫോൺ ഓർഗനൈസ് ചെയ്യുക, മൈൻഡിന് സ്പേസ് കൊടുക്കുക. ചിലപ്പോൾ ജീവിതം മാറ്റാൻ വലിയ ട്രാൻസ്ഫർമേഷൻ്റെ ആവശ്യമില്ല, ഒരു ക്ലീൻ ഡെസ്ക് മാത്രം മതിയാകും. ഇനി 6ാമതായുള്ള കാര്യമാണ് കിൻസുക്കി. തകർന്നവരാണ് കൂടുതൽ ശക്തർ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു പോട്ടറി കപ്പ് ഇമാജിൻ ചെയ്യുക. അത് നിങ്ങളുടെ ഫേവറേറ്റ് കപ്പാണ്. ഒരു ദിവസം അത് താഴെ വീണ് പൊട്ടിപ്പോകുന്നു. മിക്ക ആളുകളും എന്തു ചെയ്യും? അത് കളയും. കാരണം ബ്രോക്കൺ തിങ്സ് ഹാവ് എ നോ വാല്യൂ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ജപ്പാനിൽ അവർ അങ്ങനെ കരുതുന്നില്ല. അവർ ബ്രോക്കൺ പോട്ടറി എടുത്ത് ഗോൾഡ് ഉപയോഗിച്ച് വീണ്ടും റിപ്പയർ ചെയ്യും. ആ ആർട്ടിൻ്റെ പേരാണ് കിൻസുക്കി. അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ട് എന്താണെന്നറിയാമോ? അവർ ക്രാക്സ് മറയ്ക്കുന്നില്ല, അത് ഗോൾഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. ഒരു വസ്തു തകർന്നത് കൊണ്ട് അതിൻ്റെ വാല്യൂ കുറയുന്നില്ല, അതിൻ്റെ കഥ കൂടുതൽ ആഴമുള്ളതാകുന്നു. ഇത് പോട്ടറിയെക്കുറിച്ചുള്ള ഫിലോസഫി മാത്രമല്ല, മനുഷ്യരെക്കുറിച്ചുമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ തകർക്കുന്നത് ഫെയിലിയേഴ്സാണ്. ഒരു എക്സാം ഫെയിലാകുന്നതും ബിസിനസ് ലോസ് ആകുന്നതും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്നതും. അതിനുശേഷം പലരും സ്ലോലി ഹോപ്പ് നഷ്ടപ്പെടുത്തും. പുറത്തവർ നോർമൽ പോലെ കാണാൻ, പക്ഷേ ഉള്ളിൽ അവർ ഓൾറെഡി ഗീവ് അപ്പ് ചെയ്തിരിക്കുന്നു. അതാണ് ഡേഞ്ചറസ്. കാരണം മനുഷ്യൻ ഫിസിക്കലി ടയേർഡ് ആകുമ്പോൾ റെസ്റ്റ് എടുക്കും, പക്ഷേ ഇമോഷണലി ബ്രോക്കൺ ആകുമ്പോൾ അവൻ ലോകത്തിൽ നിന്ന് സ്ലോലി ഡിസപ്പിയർ ചെയ്യും.
മടിയായി മാറും, സൈലന്റ് ആകും, ഡ്രീംസ് ഉപേക്ഷിക്കും. പക്ഷെ കിൻസുഗി പറയുന്നത് എന്താണെന്നോ, ബ്രോക്കൺ ആയതുകൊണ്ട് നീ യൂസ്ലെസ് അല്ല. സത്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലും വീണിട്ടില്ലാത്ത ആളുകൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കില്ല. പെയിൻ മനുഷ്യനെ ഡീപ്പാക്കും. ഒരു ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞ വ്യക്തി മറ്റുള്ളവരുടെ വേദന കൂടുതൽ മനസ്സിലാക്കും. ഒരു ഫെയിലിയർ കണ്ട വ്യക്തി ഹ്യൂമിലിറ്റി പഠിക്കും. ഒരു സ്ട്രഗിൾ കണ്ട വ്യക്തി സ്മോൾ ബ്ലെസ്സിങ്സ് പോലും വാല്യൂ ചെയ്യും. അതാണ് ക്രാക്സിന്റെ ബ്യൂട്ടി. പക്ഷെ മോഡേൺ വേൾഡ് നമ്മളെ പെർഫെക്റ്റായി കാണിക്കാനാണ് പഠിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എല്ലാവരും ഹാപ്പി, സക്സസ്ഫുൾ, കോൺഫിഡന്റ്. പക്ഷേ റിയാലിറ്റിയിലോ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഇൻവിസിബിൾ ക്രാക്സ് ഉണ്ട്. അതാരും കാണിക്കാറില്ല. കിൻസുഗി നമ്മെ ഒരു പവർഫുൾ ലെസൺ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ സ്കാർസ് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവയെ നിന്റെ സർവൈവൽ പ്രൂഫായിട്ട് കാണിക്കാം. ഒരു ശക്തനായ വ്യക്തിക്ക് പോലും ഒരുപാട് സ്കാർസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ചില ആളുകളുടെ കണ്ണുകളിൽ ഡെപ്ത് കാണുന്നത്. അവർ ജീവിതം കണ്ടവരാണ്. അവർ വീണിട്ടുണ്ട്, പക്ഷെ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. അതുതന്നെയാണ് റിയൽ സ്ട്രെങ്ത്. ഫെയിലിയർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ ലൈഫ് ഒഴിവാക്കുകയാണ്. കാരണം ഗ്രോത്ത് ഓൾവേസ് പെയിൻഫുൾ ആണ്. ഒരു സീഡ് പോലും ട്രീ ആകാൻ ആദ്യം പൊട്ടണം. അതിനാൽ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ കഥ അവസാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അതാണ് നിങ്ങളുടെ പുതിയ വേർഷൻ ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഏഴാമതായി ജപ്പാൻ നമുക്ക് വേണ്ടി പങ്കുവച്ച ജീവിത രീതിയാണ് വാബി സാബി. പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കേണ്ട എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ ലോകം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പെർഫെക്റ്റ് ബോഡി വേണം, പെർഫെക്റ്റ് കരിയർ വേണം, റിലേഷൻഷിപ്പും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നീ മതിയാകുന്നില്ല എന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ജനറേഷൻ കോൺസ്റ്റന്റ് പ്രഷറിൽ ജീവിക്കുന്നത്. കമ്പാരിസണും ഇൻസെക്യൂരിറ്റിയും ഫിയറും നിറഞ്ഞ ജീവിതം. മിക്ക ആളുകളും തുടങ്ങാത്തതിൻ്റെ കാരണം ലേസിനെസ് അല്ല, ഫിയർ ഓഫ് ഇംപെർഫെക്ഷൻ ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങണം, പക്ഷേ പെർഫെക്റ്റ് എക്യുപ്മെൻ്റ് ഇല്ല. ഡ്രോയിങ് പഠിക്കണം, പക്ഷേ സ്കിൽ പെർഫെക്റ്റ് അല്ല. ഇംഗ്ലീഷ് സംസാരിക്കണം, പക്ഷേ തെറ്റിപ്പോകുമോ എന്ന ഭയം. അങ്ങനെ ഇയേഴ്സ് തന്നെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഡ്രീംസ് മൈൻഡിൽ തന്നെ റിമെയിൻ ചെയ്യും. പക്ഷേ ജപ്പാനീസ് ഫിലോസഫിയായ വാബി സാബി പറയുന്നത് മറ്റൊന്നാണ്. ഇംപെർഫെക്ഷൻ ഈസ് നാച്ചുറൽ, ഇംപെർഫെക്ഷൻ ഈസ് ബ്യൂട്ടിഫുൾ. ജപ്പാനിലെ പഴയ വുഡൻ ഹൗസിന് വാല്യൂ ഉണ്ട്, ഓൾഡ് ടീ കപ്പിനും വാല്യൂ ഉണ്ട്. നിങ്ങളിവ മനസ്സിലാക്കണം. ഒരു ട്രീയുടെ ബ്രാഞ്ചസ് പോലും അൺഈവൻ ആണ്. ഓഷ്യൻ വേവ്സ് പെർഫെക്റ്റ് ഷേപ്പിലല്ല വരുന്നത്. മൂൺ പോലും ഫുൾ ടൈം പെർഫെക്റ്റ് സർക്കിൾ അല്ല. പക്ഷെ അതെല്ലാം ബ്യൂട്ടിഫുൾ ആണ്. മനുഷ്യരും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ലെസ് വാല്യുബിൾ ആകുന്നില്ല. സത്യത്തിൽ പെർഫെക്ഷൻ വളരെ ഡേഞ്ചറസ് ഇല്യൂഷൻ ആണ്. കാരണം പെർഫെക്ഷൻ വെയിറ്റിംഗ് ആണ്, ആക്ഷൻ ഡിലേ ചെയ്യും. ആളുകൾ ചിന്തിക്കുന്നത് കോൺഫിഡൻസ് വന്നതിന് ശേഷം തുടങ്ങാം. പക്ഷെ കോൺഫിഡൻസ് എന്നത് ആക്ഷന് ശേഷം മാത്രമാണ് വരുന്നത്. ആദ്യം വീഡിയോ ഓക്വേർഡ് ആയിരിക്കും, ആദ്യം സ്പീച്ച് നെർവസ് ആയിരിക്കും, പക്ഷെ അറ്റംപ്റ്റ് വീക്ക് ആയിരിക്കും. പക്ഷെ അതാണ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കണം. വാബി സാബി നമ്മളെ സ്ലോ ലീവിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ലോകം റഷ് ചെയ്യുന്നു, ഫാസ്റ്റ് സക്സസും ഫാസ്റ്റ് മണി. പക്ഷെ സ്ലോ മൊമെന്റ്സിലാണ് റിയൽ പീസ് ഉള്ളതെന്ന് വാബി സാബി വ്യക്തമാക്കുന്നു. മഴയുടെ സൗണ്ട് കേൾക്കുന്നതും മോർണിംഗ് സൈലൻസ് ആയി ഫീൽ ചെയ്യുന്നതും ഓൾഡ് മെമ്മറീസ് ചെറിഷ് ചെയ്യുന്നതും ലൈഫ് എന്നതൊരു റോ ബ്യൂട്ടി ആണെന്നാണ് വാബി സാബി പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്ലോസ് കാരണം നിങ്ങളെ ഹേറ്റ് ചെയ്യരുത്. നിങ്ങൾ അൺഫിനിഷ്ഡ് മാസ്റ്റർ പീസ് ആണെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ മടി നിങ്ങളുടെ പ്രശ്നമല്ല, ഓവർലോഡ് മൈൻഡായിരിക്കും നിങ്ങളുടെ പ്രശ്നം. ഡയറക്ഷൻ ഇല്ലാത്ത ജീവിതമായിരിക്കും. ഫെയിലിയറിനെ പേടിയായതുകൊണ്ടായിരിക്കും. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ജപ്പാന്റെ ഈ ഫിലോസഫീസ് നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതം ഫോഴ്സ് കൊണ്ട് മാറ്റേണ്ടതല്ല, അവയർനെസ് കൊണ്ട് മാറ്റാം. കൈസൻ ചെറിയ മാറ്റങ്ങളുടെ ശക്തിയാണ് പഠിപ്പിക്കുന്നത്. ഇക്കിഗായി ജീവിതം ഒരു കാരണം കണ്ടെത്താൻ പഠിപ്പിക്കുന്നു. ഹരഹാച്ചി പൂവാണെങ്കിൽ ജീവിതത്തിൽ ഒരു ബാലൻസ് കാണിച്ചു തരുന്നു. ആങ്കേർഡ് ഫോക്കസ് ശ്രദ്ധ സംരക്ഷിക്കാനാണ് പറഞ്ഞു തരുന്നത്. സീരി ആൻഡ് സീറ്റൻ ആണെങ്കിൽ ജീവിതത്തിൽ ക്ലാരിറ്റി നൽകുന്നുണ്ട്. കിൻസുഗി ആകട്ടെ ബ്രോക്കൺ ആയാലും ബ്യൂട്ടിഫുൾ ആകാമെന്ന് കാണിച്ചു തരുന്നു. വാബി സാബി ഇംപെർഫെക്റ്റ് ലൈഫിനും മീനിങ് ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവ ടെക്നിക്സ് മാത്രമല്ല, ജീവിതത്തെ കാണുന്ന മറ്റൊരു രീതിയാണ്. ഈ വീഡിയോ കഴിഞ്ഞിട്ടും ഒരു കാര്യം മാത്രം ഓർക്കുക. നിങ്ങളൊരു ദിവസം കൊണ്ട് മാറേണ്ടതില്ല. ഇന്നൊരു ചെറിയ സ്റ്റെപ്പ് മതി. കാരണം വലിയ മാറ്റങ്ങളെല്ലാം ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.